വെൽക്കം. സർഫേസ് കെമിസ്ട്രി സെക്ഷൻ 2 കറ്റാലിസിസ് ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 30. റൈറ്റ് എ നോട്ട് ഓൺ എൻസൈം കറ്റാലിസിസ്. ഇപ്പം എൻസൈം കറ്റാലിസിസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് നോക്കാം. എൻസൈംസ് ആർ ബയോകെമിക്കൽ കാറ്റലിസ്റ്സ്. ദേ കാറ്റലൈസ് ബയോകെമിക്കൽ റിയാക്ഷൻസ്. ബയോകെമിക്കൽ കാറ്റലിസ്റ്റുകളാണ് എൻസൈംസ്. ബയോകെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നത് എൻസൈമുകളാണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും കാറ്റലൈസ് ചെയ്യുന്നത് എൻസൈമുകളാണ്. ഇത്തരം പ്രവർത്തനങ്ങളെ ബയോകെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. എൻസൈംസ് ആർ ബയോകെമിക്കൽ കാറ്റലിസ്റ്സ്. ദേ കാറ്റലൈസ് ബയോകെമിക്കൽ റിയാക്ഷൻസ്. അടുത്ത പോയിന്റ് നോക്കാം. ദേ ആർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായ ഘടനയുള്ള നൈട്രോജീനസ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇപ്പം എൻസൈംസ് ആർ കോംപ്ലക്സ് നൈട്രോജീനസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ജീവനുള്ള സസ്യങ്ങളും ജന്തുക്കളുമാണ് എൻസൈമുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. They are complex nitrogenous organic compounds. നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, അടുത്ത പോയിന്റ്. They are protein molecules of high molecular mass and form colloidal solutions in water. എൻസൈമുകൾ പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. എൻസൈംസ് ആർ പ്രോട്ടീൻസ്. ദേ ഹാവ് ഹൈ മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് കൂടുതലുള്ള പദാർത്ഥങ്ങളാണ് എൻസൈംസ്. വെള്ളത്തിലിട്ടാൽ എൻസൈംസ് കൊളോയിഡൽ സൊല്യൂഷൻസ് ഉണ്ടാക്കും. എന്താണ് കൊളോയിഡുകൾ എന്ന് ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ദേ ആർ പ്രോട്ടീൻ മോളിക്യൂൾസ് ഓഫ് ഹൈ മോളിക്കുലാർ മാസ് and form colloidal solutions in water. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. The given table lists some enzymatic reactions. കുറച്ച് റിയാക്ഷൻസ്. എൻസൈം കറ്റാലിസിസിന് കുറച്ച് ഉദാഹരണങ്ങളാണ് നോക്കുന്നത്. നോക്കാം. എൻസൈമിൻ്റെ പേരാണ് ഒന്നാമത്തെ കോളത്തിൽ. എവിടെ നിന്നാണ് എൻസൈം കിട്ടുന്നത് എന്നാണ് രണ്ടാമത്തെ കോളത്തിൽ. എൻസൈം നടത്തുന്ന ജോലിയാണ് മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈസ്റ്റിൽ നിന്നും കിട്ടുന്ന ഒരു എൻസൈമാണ് ഇൻവെർട്ടേസ്. ഈസ്റ്റിൽ നിന്നും കിട്ടുന്ന ഒരു എൻസൈമാണ് ഇൻവെർട്ടേസ്. ഇത് ചെയ്യുന്ന ജോലി എന്താണ്? സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. Invertase converts sucrose into glucose and fructose. ഈസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു എൻസൈമാണ് സൈമേസ്. സൈമേസ് ചെയ്യുന്ന ജോലി എന്താണ്? ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റും. സൈമേസ് കൺവേർട്സ് glucose into ethyl alcohol and carbon dioxide. ഈസ്റ്റിൽ ഒരു എൻസൈമും കൂടെ അടങ്ങിയിട്ടുണ്ട്. മാൾട്ടേസ് എന്നാണ് അതിൻ്റെ പേര്. മാൾട്ടേസ്. മാൾട്ടേസ് ചെയ്യുന്ന ജോലി മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇപ്പം ഈസ്റ്റിൽ 3 എൻസൈം ഉണ്ട്. ഇൻവെർട്ടേസ്, സൈമേസ്, മാൾട്ടേസ്. ഓരോ എൻസൈമും ഒരു പ്രത്യേക റിയാക്ഷനെ മാത്രമേ കാറ്റലൈസ് ചെയ്യൂ. ഒരു എൻസൈം ഒരു പ്രത്യേക റിയാക്ഷനെ മാത്രമേ കാറ്റലൈസ് ചെയ്യൂ. എൻസൈം ആക്ഷൻ സ്പെസിഫിക് ആണ്. ഒരു പ്രത്യേക പൂട്ട് തുറക്കാൻ ഒരു പ്രത്യേക താക്കോൽ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രത്യേക റിയാക്ഷൻ നടക്കാൻ ഒരു പ്രത്യേക എൻസൈം വേണം.
ഓക്കെ, ഇൻവെർട്ടേസ് ചെയ്യുന്ന ജോലി സൈമേസ് ചെയ്യില്ല, സൈമേസ് ചെയ്യുന്ന ജോലി ഇൻവെർട്ടേസും ചെയ്യില്ല. ഇതുപോലെയാണ്. അപ്പോൾ സ്പെസിഫിക് ആണ് എൻസൈം ആക്ഷൻ. അടുത്ത എക്സാമ്പിൾ നോക്കാം. മാൾട്ട് അല്ലേ, ബാർലി വെള്ളത്തിലിട്ട് മുളപ്പിക്കുക, അതിനുശേഷം അത് നന്നായി ഇടിച്ച് പിഴിഞ്ഞെടുക്കുക. അതിനെയാണ് മാൾട്ട് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. മാൾട്ട് എക്സ്ട്രാക്റ്റ്. അതിലുള്ള എൻസൈമാണ് ഡയാസ്റ്റേസ്. മുളച്ചു വരുന്ന ബാർലി നന്നായി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെടുക്കുക. അതിലുള്ള എൻസൈമാണ് എൻസൈമാണ് ഡയാസ്റ്റേസ്. അപ്പം മാൾട്ടിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ഡയാസ്റ്റേസ്. ഈ ഡയാസ്റ്റേസിൻ്റെ ജോലി എന്താണ്? സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റും. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റും. എല്ലാ കുട്ടികൾക്കും തെറ്റുന്ന ഒരു ഭാഗമാണിത്. മാൾട്ടിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മാൾട്ടേസ് എന്ന് പറയും. മാൾട്ടിലുള്ള എൻസൈം ഏതാണ്? മാൾട്ടേസ് എന്ന് പറയും. അല്ല, മാൾട്ടിലുള്ള എൻസൈം ഡയാസ്റ്റേസ് ആണ്. ഈസ്റ്റിലുള്ള എൻസൈമാണ് മാൾട്ടേസ്. ഇത് തെറ്റിപ്പോകരുത്. എല്ലാ കുട്ടികൾക്കും തെറ്റുന്ന ഒരു ഭാഗമാണ്. അടുത്ത എൻസൈം ഏതാ നോക്കാം. സോയാബീൻ, ഇതിലുള്ള എൻസൈമാണ് യൂറിയേസ്. യൂറിയേസ് ചെയ്യുന്ന ജോലി എന്താണ്? യൂറിയ എന്നുള്ളതിനെ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റും. യൂറിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് സ്റ്റൊമക്കിലുള്ള ഒരു എൻസൈമാണ് പെപ്സിൻ. സ്റ്റൊമക്ക്, ഇതിലുള്ള ഒരു എൻസൈമാണ് പെപ്സിൻ. പെപ്സിൻ ചെയ്യുന്ന ജോലി എന്താണ്? പ്രോട്ടീനുകളെ അമിനോ ആസിഡാക്കി മാറ്റും. അപ്പോൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡാക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? പെപ്സിൻ. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടു. ഈ എക്സാമ്പിൾസ് ഒക്കെ നന്നായി വായിച്ച് നോക്കണം. ഇതൊക്കെ എൻസൈം ആക്ഷന് എക്സാമ്പിൾസ് ആണ്. എൻസൈം കറ്റാലിസിസിന്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്. ഫസ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഹൈലി എഫിഷ്യൻറ്റ്. എൻസൈം കറ്റാലിസിസ് വളരെ എഫിഷ്യൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം 2-3 മണിക്കൂർ കൊണ്ട് ദഹിച്ചു കിട്ടും. ഈ ഡൈജഷനെ സഹായിക്കുന്നത് എൻസൈംസ് ആണ്. എൻസൈം ഇല്ലായിരുന്നെങ്കിൽ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാൻ ദിവസങ്ങളോളം വേണ്ടി വരും. അപ്പം എൻസൈം ആക്ഷൻ വളരെ എഫിഷ്യൻ്റ് ആണ്. റിയാക്ഷൻ്റെ സ്പീഡ് വളരെയധികം കൂട്ടും. ഏകദേശം 300 മടങ്ങ് വരെ റിയാക്ഷൻ്റെ വേഗത വർദ്ധിപ്പിക്കും. 300 മടങ്ങ് വരെ, അത്രയും എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇൻക്രീസസ് അല്ലേ റേറ്റ് ഓഫ് റിയാക്ഷൻ മെനി ടൈംസ്. അപ്പോൾ മോസ്റ്റ് ഹൈലി എഫിഷ്യൻ്റ് ആണ്. അങ്ങനെ പറയാൻ കാരണം ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ മെനി ടൈംസ്, പല മടങ്ങായിട്ട് ഇത് കൂട്ടും. അപ്പോൾ വളരെ എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, മോസ്റ്റ് ഹൈലി എഫിഷ്യൻ്റ് ആണ്. അടുത്ത പോയിന്റ്, ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. എൻസൈം ആക്ഷൻ ഈസ് സ്പെസിഫിക്. നേരത്തെ പറഞ്ഞു, ഒരു പ്രത്യേക റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാൻ ഒരു പ്രത്യേക എൻസൈം വേണം. എ പർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ എ പർട്ടിക്കുലർ എൻസൈം. എക്സാമ്പിൾ, സുക്രോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് by only invertase present in yeast. Other enzymes present in yeast, zymase and maltase, do not catalyze this reaction. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈസ്റ്റിൽ 3 എൻസൈം ഉണ്ട്, ഇൻവെർട്ടേസ്, സൈമേസ്, മാൾട്ടേസ്. സുക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റാൻ ഇൻവെർട്ടേസ് മാത്രമേ പറ്റൂ. ബാക്കി 2 എൻസൈമും ആ ജോലി ചെയ്യില്ല. അതുകൊണ്ട് എൻസൈം ആക്ഷൻ സ്പെസിഫിക് ആണ്. ഒരു പ്രത്യേക റിയാക്ഷന് ഒരു പ്രത്യേക എൻസൈം വേണം. ഒരു പ്രത്യേക റിയാക്ഷന് ഒരു പ്രത്യേക എൻസൈം വേണം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഹൈലി ആക്റ്റീവ് അണ്ടർ ഓപ്റ്റിമം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ വളരെയധികം കൂടാനോ കുറയാനോ പാടില്ല. ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രമാണ് എൻസൈം നന്നായിട്ട് വർക്ക് ചെയ്യുക. ആ ടെമ്പറേച്ചർ വേണമെങ്കിൽ ഒന്ന് പഠിച്ചോളൂ.
298 കെൽവിൻ മുതൽ 310 കെൽവിൻ വരെയാണ്. അടുത്ത പോയിന്റ്, എൻസൈംസ് ആർ ഹൈലി ആക്റ്റീവ് അണ്ടർ ഓപ്റ്റിമം പി എച്ച് വളരെയധികം കൂടാനോ കുറയാനോ പാടില്ല. ഒരു 5 മുതൽ 7 വരെയാണ് എൻസൈം ആക്ഷന് പറ്റിയ പി എച്ച്. ഓക്കെ, അടുത്ത പോയിന്റ്, ദ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഈസ് ഇൻക്രീസ്ഡ് in presence of certain substances known as coenzymes അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കാം. എൻസൈമിൻ്റെ ആക്ഷനെ വർദ്ധിപ്പിക്കാൻ ചില പദാർത്ഥങ്ങൾ സഹായിക്കും. ഈ സഹായികളെ വിളിക്കുന്ന പേരാണ് കോഎൻസൈംസ്. ദ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഇൻ പ്രസൻസ് ഓഫ് certain substances known as coenzymes. മറ്റൊരു പേരാണെന്ത്? ആക്ടിവേറ്റേഴ്സ്. 1-2 എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ഫോർ ആക്ടിവേറ്റേഴ്സ്, കോഎൻസൈംസ്. അതിന് എക്സാമ്പിൾസ് പറയാം. സോഡിയം അയോൺ, മാംഗനീസ് അയോൺ, കൊബാൾട്ട് അയോൺ, കോപ്പർ അയോൺ, ഇതൊക്കെ ആക്ടിവേറ്റേഴ്സാണ്. മെറ്റലോ എൻസൈം എന്ന് വേണമെങ്കിൽ പറയാം, മെറ്റലോ എൻസൈം എന്ന് വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. അമൈലേസ് എന്ന് പറയുന്ന എൻസൈം സോഡിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ കൂടുതൽ ആക്റ്റീവാണ്. അപ്പോൾ അമൈലേസ് സോഡിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ഒന്നുകൂടെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. കാരണം അമൈലേസിൻ്റെ പ്രവർത്തനത്തെ ആര് സഹായിച്ചു? സോഡിയം അയോൺ സഹായിക്കും. അപ്പോൾ എൻസൈമിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് കോഎൻസൈംസ് അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എൻസൈമിൻ്റെ ആക്ഷനെ കുറയ്ക്കുന്ന പദാർത്ഥങ്ങളെയാണ് ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ പോയിസൺസ് എന്ന് വിളിക്കുന്നത്. ദ ഇൻഹിബിറ്റേഴ്സ് ഓർ പോയിസൺസ് റെഡ്യൂസ് ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് എൻസൈംസ്. ഇതൊക്കെ എൻസൈം ആക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എൻസൈം ആക്ഷൻ സ്പെസിഫിക് ആണ്. ഓപ്റ്റിമം ടെമ്പറേച്ചറിലാണ് എൻസൈം ആക്ഷൻ നടക്കുന്നത്. ഓപ്റ്റിമം പി എച്ചിലാണ് എൻസൈം ആക്ഷൻ നടക്കുന്നത്. ഹൈലി എഫിഷ്യൻ്റ് ആണ്. കോഎൻസൈംസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂട്ടും. പോയിസൺസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കും. നന്നായി വായിച്ച് നോട്ട് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ദ മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ്. എൻസൈം കറ്റാലിസിസിൻ്റെ മെക്കാനിസം എന്താണ്? നോക്കാം. The mechanism is known as key lock model mechanism. അല്ലേ? കീ താക്കോൽ, ലോക്ക് പൂട്ട്. കീ ലോക്ക് മോഡൽ മെക്കാനിസം എന്നാണ് ഈ മെക്കാനിസത്തിൻ്റെ പേര്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നോക്കൂ, there are a number of active sites on the surface of enzyme. എൻസൈമിൻ്റെ ഉപരിതലത്തിൽ, സർഫേസിൽ ഒരുപാട് ആക്റ്റീവ് സൈറ്റുകളുണ്ട്. അതായത് ചെറിയ ഹോൾസ് ഉണ്ട്, പോർസ് ഉണ്ട്, ചെറിയ സുഷിരങ്ങളുണ്ട്. അതുകൊണ്ട് എൻസൈം എന്തായിട്ട് ആക്ട് ചെയ്യും? ലോക്കായിട്ട് ആക്ട് ചെയ്യും. സോ ഇറ്റ് ആക്ട്സ് ആസ് ലോക്ക്. ദർ ആർ എ നമ്പർ ഓഫ് ആക്റ്റീവ് സൈറ്റ്സ് ഓൺ ദി സർഫേസ് ഓഫ് എൻസൈം. സോ ഇറ്റ് ആക്ട്സ് ആസ് ലോക്ക്. ഇത് ലോക്കായിട്ട് ആക്ട് ചെയ്യും. അടുത്ത പോയിന്റ്, ദ സബ്സ്ട്രേറ്റ് ഗെറ്റ്സ് ലോക്ക്ഡ് അറ്റ് ദ ക്യാവിറ്റീസ് ഓഫ് ദി എൻസൈം. സോ ഇറ്റ് ആക്ട്സ് ആസ് എ കീ. സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമിൻ്റെ മേലെയുള്ള ക്യാവിറ്റി, സുഷിരത്തിൽ ചെന്ന് കുടുങ്ങും, ലോക്ക്ഡ് ആവും. അതുകൊണ്ട് ലോക്ക് പോലെ പ്രവർത്തിക്കുന്നത് എൻസൈമും കീ പോലെ പ്രവർത്തിക്കുന്നത് ആരാണ്? സബ്സ്ട്രേറ്റ് ആണ്. അപ്പം എൻസൈം ലോക്കാണ്, സബ്സ്ട്രേറ്റ് കീ ആണ്. എൻസൈം ലോക്ക് ആണ്, സബ്സ്ട്രേറ്റ് കീ ആണ്, താക്കോൽ. ദ സബ്സ്ട്രേറ്റ് ഗെറ്റ്സ് ലോക്ക്ഡ് അറ്റ് ദ ക്യാവിറ്റീസ് ഓഫ് ദി എൻസൈം. ഇനി എന്താണ് സംഭവിക്കുക നോക്കാം. അല്ലേ? സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമിൻ്റെ മേലെ ചെന്ന് കുടുങ്ങി, അല്ലേ? ലോക്ക് ചെയ്യപ്പെട്ടു. സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ മേലെ ലോക്ക് ചെയ്യപ്പെട്ടു. ആസ് എ റിസൾട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഈസ് ഫോംഡ്. എന്നുണ്ടാവും? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. ഈ കോംപ്ലക്സിൽ നിന്നാണ് പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്നത്.
ഫ്രം ദി കോംപ്ലക്സ് പ്രൊഡക്ട്സ് ആർ ഫോംഡ്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. എൻസൈമും സബ്സ്ട്രേറ്റും കൂടിച്ചേരും. ഏതുപോലെ? ലോക്കും കീയും പോലെ. ഏതുപോലെ? ലോക്കും കീയും പോലെ. പൂട്ടും താക്കോലും പോലെ. പൂട്ടും താക്കോലും പോലെ. എന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കും. ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഇതിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. ഇവിടെ ചെറിയൊരു തെറ്റുണ്ട്, E+P എന്നാണ് എഴുതുന്നത്. പ്രൊഡക്റ്റ് എന്ന് കാണിക്കാൻ P എന്ന് എഴുതണം. E+P എന്ന് എഴുതണം. അപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി. അതിൽ നിന്നാണ് എൻസൈമും പ്രൊഡക്റ്റും ഉണ്ടാവുന്നത്. എൻസൈം എന്തായിട്ട് ആക്ട് ചെയ്യും? ലോക്കായിട്ട് ആക്ട് ചെയ്യും. സബ്സ്ട്രേറ്റ് കീ ആയിട്ട് ആക്ട് ചെയ്യും. ഒരു ചിത്രം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. എൻസൈം ലോക്കാണ്, ഉണ്ടോ? പൂട്ടിൻ്റെ ചിഹ്നം. സബ്സ്ട്രേറ്റ് ആണ് കീ. അപ്പോൾ എൻസൈമിൻ്റെ മേലെ ചെന്ന് സബ്സ്ട്രേറ്റ് കുടുങ്ങുകയാണ്, ലോക്ക് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. പൂട്ടിൻ്റെ മേലെ അല്ലേ താക്കോൽ, പൂട്ടും താക്കോലും. ഇതാണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഇതിൽ നിന്നാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവും. ദ എൻസൈം ആക്ട് ആസ് എ ലോക്ക് and the substrate act as a key. That is why the mechanism is known as key lock model mechanism. Enzyme and substrate combine to form enzyme substrate complex. From the complex, products are formed. ഇനി ഒരു കാര്യം കൂടെ പറയാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ചിത്രം നേരെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. എൻസൈമിനെ കീ എന്നും സബ്സ്ട്രേറ്റിനെ ലോക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അത്ര ശരിയല്ല. കാരണം എൻസൈമിൻ്റെ മേലെയാണ് ക്യാവിറ്റി ഉള്ളത്. ഇതിൽ വന്നിട്ടാണ് ആര്? സബ്സ്ട്രേറ്റ് ലോക്ക് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതാണ് ശരി എന്ന് പറയുന്നു. ഇത് പഠിച്ചാൽ മതി. അതുകൊണ്ട് NCERT ബുക്ക് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ലാസ്റ്റ് ചാപ്റ്ററിലും ഇതേ കാര്യം വരുന്നുണ്ട്. അതിൽ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചിത്രം അത്ര ശരിയല്ല. ഇത് നോക്കുമ്പോഴേ കൺസെപ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ചിത്രം നന്നായി നോക്കിക്കോളും. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഓക്കെ, ഒരു ചോദ്യം കൂടെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. Give examples for industrial catalytic process. ഇൻഡസ്ട്രിയൽ കാറ്റലിറ്റിക് പ്രോസസ്സ്. ഇൻഡസ്ട്രിയിൽ, അതായത് വ്യവസായങ്ങളിൽ പലപ്പോഴും കാറ്റലിസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ. ഇൻഡസ്ട്രിയൽ കാറ്റലിറ്റിക് പ്രോസസ്സ് വളരെ എളുപ്പമാണ്, നോക്കാം. പ്രോസസ്സിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, കാറ്റലിസ്റ്റ്. അതുമാത്രം പഠിച്ചാൽ മതി. കുറച്ച് വിശദമായി എഴുതിയിട്ടുണ്ട്, അത് മാത്രം. അമോണിയ നിർമ്മിക്കാനുള്ള പ്രോസസ്സിൻ്റെ പേരെന്താണ്? ഹേബർ പ്രോസസ്സ്. ഇതിലെ കാറ്റലിസ്റ്റ് ഏതാണ്? സ്പോഞ്ചി അയൺ അല്ലെങ്കിൽ ഫൈൻലി ഡിവൈഡഡ് അയൺ. ആരാണ് പ്രൊമോട്ടർ? മോളിബ്ഡിനം. പ്രഷർ കൊടുത്തിട്ടുണ്ട്, പഠിക്കാം. ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. അമോണിയ നിർമ്മാണം. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നാണ് അമോണിയ ഉണ്ടാവുന്നത്. നമ്മൾ പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അയണാണ്. ഇത് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. കുറച്ചും കൂടെ കാര്യങ്ങൾ എഴുതിയെന്ന് മാത്രം. അപ്പോൾ ഇതും കൂടെ നോക്കുക. ഓക്കെ, നോട്ട് എഴുതിയെടുക്കണം. നൈട്രിക് ആസിഡ് നിർമ്മിക്കാനുള്ള പ്രോസസ്സാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. നൈട്രിക് ആസിഡ് വ്യാവസായികമായിട്ട് നിർമ്മിക്കാനുള്ള പ്രോസസ്സാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. അതിലെ കാറ്റലിസ്റ്റ് ഏതാണ്? പ്ലാറ്റിനം എന്ന് പറഞ്ഞാലും മതി. പ്ലാറ്റിനം കറക്റ്റായി പറയുകയാണെങ്കിൽ പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ്. ടെമ്പറേച്ചർ 573 കെൽവിനാണ്. ഇതിലെ സ്റ്റെപ്പുകൾ നമ്മൾ പി ബ്ലോക്ക് എലമെൻ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. എങ്കിലൊന്ന് നോക്കാം. NH3യും ഓക്സിജനും ചേർന്ന് NO ആയിട്ട് മാറും. NH3യും ഓക്സിജനും ചേർന്ന് NO. NO എന്ന് പറഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ്. NH3 എന്ന് പറഞ്ഞാൽ അമോണിയ. NO ഓക്സിജനുമായി ചേർന്ന് NO2 ആയിട്ട് മാറും. ഇതിൻ്റെ പേരെന്താ? നൈട്രജൻ ഡയോക്സൈഡ്. നൈട്രജൻ ഡയോക്സൈഡും വെള്ളവും ഓക്സിജനും ചേർന്ന് നൈട്രിക് ആസിഡായിട്ട് മാറും. ഈ നൈട്രിക് ആസിഡ് താഴേക്ക് വന്നു.
നൈട്രജൻ ഡൈ ഓക്സൈഡും വെള്ളവും ഓക്സിജനും ചേർന്ന് എന്ത് കിട്ടും? നൈട്രിക് ആസിഡായിട്ട് മാറും. ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്, അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, നൈട്രിക് ആസിഡായിട്ട് മാറും. നൈട്രിക് ആസിഡും കൂടെ വന്നു. അപ്പോൾ ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ NH3 NO ആയിട്ട് മാറി, NO NO2 ആയിട്ട് മാറി, NO2 വെള്ളവും ഓക്സിജനുമായി പ്രവർത്തിച്ച് നൈട്രിക് ആസിഡായിട്ട് മാറി. ഈ സ്റ്റെപ്പ് ഇപ്പോൾ പഠിക്കണം നിർബന്ധമില്ല, പി ബ്ലോക്ക് എലമെൻസിൽ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൽ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ്? പ്ലാറ്റിനം. ഈ പോയിന്റാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. കോണ്ടാക്ട് പ്രോസസ്സ്, സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാനുള്ള പ്രോസസ്സാണ് കോണ്ടാക്ട് പ്രോസസ്സ്. ഇതിലെ കാറ്റലിസ്റ്റ് ഏതാണ്? കാറ്റലിസ്റ്റ് പ്ലാറ്റിനം അല്ലെങ്കിൽ പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ്. മറ്റൊരു കാറ്റലിസ്റ്റാണ് വനേഡിയം പെന്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കാറ്റലിസ്റ്റാണ് വനേഡിയം പെന്റോക്സൈഡ്. ടെമ്പറേച്ചർ നോക്കി വയ്ക്കാം. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിലെ സ്റ്റെപ്പുകൾ പി ബ്ലോക്ക് എലമെൻസിൽ പഠിക്കും, എങ്കിലും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്റ്റെപ്പ്? SO2 SO3 ആയിട്ട് മാറും. SO2 SO3 ആയിട്ട് മാറും, ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ്. SO3യും അല്പം സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കും. ഉണ്ടോ? SO3യും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കും. എന്നിട്ട് ഒളിയം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടും. ഇതിനെയാണ് ഒളിയം എന്ന് വിളിക്കുക. ഒളിയം H2S2O7, ഇതിനെ ഒളിയം എന്നാണ് വിളിക്കുക. ഒളിയത്തിലേക്ക് വെള്ളം ചേർത്താൽ സൾഫ്യൂരിക് ആസിഡ് കിട്ടും. ഒളിയത്തിലേക്ക് വാട്ടർ ചേർത്താൽ സൾഫ്യൂരിക് ആസിഡായിട്ട് മാറും. അപ്പോൾ 3 സ്റ്റെപ്പാണ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. വേണമെങ്കിൽ ഒന്നാമത് എഴുതാം. ഒന്നാമത്തെ സ്റ്റെപ്പാണിത്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇത്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഒളിയത്തിലേക്ക് വെള്ളം ചേർക്കുകയാണ്. 3. അപ്പോൾ ഇൻഡസ്ട്രിയൽ കാറ്റലിറ്റിക് പ്രോസസ്സ് ഏതൊക്കെയാണ്? ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? ഹേബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അയണാണ്. മോളിബ്ഡിനമാണ് പ്രൊമോട്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോളിബ്ഡിനമാണ് പ്രൊമോട്ടർ. പിന്നെ പ്രഷർ നോക്കാം, ടെമ്പറേച്ചർ നോക്കാം. ഇക്വേഷൻ ഇവിടെയുണ്ട്, നോക്കി വയ്ക്കണം. ഓസ്റ്റ്വാൾഡ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് പ്ലാറ്റിനമാണ്, പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ്. ടെമ്പറേച്ചർ 573 കെൽവിനാണ്. സ്റ്റെപ്പുകൾ 3 ഉണ്ട്. എഴുതി പഠിച്ചാൽ നല്ലതാണ്. 10 തവണ എഴുതി പഠിക്കുക. ബാലൻസ്ഡ് ഇക്വേഷനാണ്. NH3 NO ആയിട്ട് മാറി, NO NO2 ആയിട്ട് മാറി, NO2 നൈട്രിക് ആസിഡായിട്ട് മാറി. ഈ സ്റ്റെപ്പുകൾ നോക്കി വയ്ക്കുക. കോണ്ടാക്ട് പ്രോസസ്സ് സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നതാണ്. ഇതിലെ കാറ്റലിസ്റ്റ് ഏതാണ്? പ്ലാറ്റിനം അല്ലെങ്കിൽ പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ്. മറ്റൊരു കാറ്റലിസ്റ്റാണ് വനേഡിയം പെന്റോക്സൈഡ്. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കും. സ്റ്റെപ്പുകൾ 3 SO2 SO3 ആയിട്ട് മാറി, സൾഫർ ഡയോക്സൈഡ് സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറി, SO3 ഒളിയം ആയിട്ട് മാറി. SO3യും സൾഫ്യൂരിക് ആസിഡും. അല്പം സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കണം, തുടക്കത്തിൽ കുറച്ച് ഉപയോഗിക്കണം, എന്നാലേ കൂടുതൽ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ SO3യും സൾഫ്യൂരിക് ആസിഡും ചേർന്ന് ഒളിയം കിട്ടി. ഒളിയത്തിലേക്ക് വെള്ളം ചേർത്താൽ ആവശ്യമുള്ള കോൺസെൻട്രേഷൻ ഉള്ള സൾഫ്യൂരിക് ആസിഡ് നമുക്ക് നിർമ്മിക്കാൻ കഴിയും. ഇത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പോൾ ആ പ്രോസസ്സിൻ്റെ പേരും കാറ്റലിസ്റ്റും മാത്രം നോക്കിയാലും മതി. ഓക്കെ, പറ്റുമെങ്കിൽ ഇത് മുഴുവൻ നോക്കണം, നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കുക. അതോടുകൂടി ഈ സെക്ഷൻ തീർന്നു. സെക്ഷൻ 2 കറ്റാലിസിസ് എന്ന് പറയുന്ന സെക്ഷൻ തീർന്നു. ഓക്കെ, ബൈ.